ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൽ ഇന്ത്യയെ തൊടാൻ അനുവദിക്കാതെ ബ്രിട്ടൻ, എന്താണ് ഇതിനുള്ളിൽ ഉള്ളത്? അതായത് ബ്രിട്ടന് ഈ പറയുന്ന വിമാനത്തിൻ്റെ രഹസ്യം ചോരുമോ എന്നുള്ള പേടിയാണ് ഉള്ളത്. അതായത് ഇന്ത്യ പറഞ്ഞു ഇപ്പോൾ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നത് റൺവേക്ക് സമീപത്ത് നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു മേഖലയിലാണ്. സാധാരണഗതിയിൽ വിമാനമൊക്കെ പാർക്ക് ചെയ്യാൻ താൽക്കാലികമായി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അതിനെക്കൊണ്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഹാങ്ങർ എന്ന് പറയുന്ന വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു ഷെഡ് പോലത്തെ ഒരു സ്ഥലമെന്ന് പറയാൻ പറ്റും, നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ പോലത്തെ ഒരു സ്ഥലം. അത്തരം ഒരു സ്ഥലത്തേക്ക് മാറ്റാം എന്ന് ഇന്ത്യ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഇന്ത്യ പറഞ്ഞു. പക്ഷേ അവർക്ക് ഭയമാണ്. കാരണം F-35B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം തലമുറയ്ക്ക് പെടുന്ന ഒരു അതീവ സെൻസിറ്റീവായിട്ടുള്ള വലിയ രഹസ്യങ്ങളുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളിലൊന്നാണ്. അതായത് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത, എങ്ങോട്ടാണ് പോയത് എന്നൊന്നും കണ്ടെത്താൻ കഴിയാത്ത വിമാനമാണ്. ഈ വിമാനത്തിൻ്റെ രഹസ്യങ്ങൾ ഇന്ത്യ മനസ്സിലാക്കുമോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോരുമോ എന്നുള്ളൊരു പേടിയാണ്. F-35 വിമാനം എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക നിർമ്മിച്ച ഇതിൻ്റെ വിവിധ പതിപ്പുകൾ പല രാജ്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് മാറ്റിയിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെയും ബ്രിട്ടൻ്റെയും കൂടെ മാറ്റങ്ങൾ പൊതുവെ വരുത്തിയ F-35B എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന F-35 യുദ്ധവിമാനമാണ് ഇപ്പോൾ ഈ പറയുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ എന്തൊക്കെ തകരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ മൺസൂൺ കാലാവസ്ഥ, 2 ഉണ്ടായിട്ടുള്ള ചെറിയ യന്ത്ര തകരാറ്, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇത് വന്നിറങ്ങിയത്. ഇവിടെ പെട്ടെന്നായിട്ട് ലാൻഡ് ചെയ്യണം, ഇന്ധനം കുറവാണ്, അധിക നേരം വട്ടമിട്ട് പറക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവിടെ ഏറ്റവും അടുത്ത മെയിൻ ലാൻഡിൽ ലാൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് വന്നിറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതുകൊണ്ട് അവരുടെ ടെക്നീഷ്യൻസൊക്കെ ആ ഷിപ്പിൽ നിന്ന്, എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് വന്ന് പരിശോധനയൊക്കെ നടത്തിയിട്ട് തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ ഈ വിമാനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു റോൾസ് റോയ്സ്, അത് നമ്മുടെ സാധാരണ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ട് നന്നാക്കാൻ കഴിയില്ല, അവരുടേതായ ഷോറൂമിൽ മാത്രമേ അത് നന്നാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള, സ്റ്റെൽത്തായിട്ടുള്ള, ടെക്നോളജിയിൽ വലിയ മാറ്റമുള്ള ഒരു വിമാനമാണ് UK കയ്യിലുള്ളത്. ആ വിമാനമാണ് ഇവിടെ കൊണ്ടിറക്കിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ പരിഹരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു സംഘവും കൂടെ ഉടനെ വരുന്നുണ്ട്, അവരും പരിശോധിക്കും. അപ്പോൾ ഇന്ത്യ സജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം, വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്തു തരാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമാവട്ടെ എന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ ഇവർക്ക് പേടി. വേണ്ട, അത് എന്തെങ്കിലും എന്തെങ്കിലും നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യ നടത്തിയാലോ. അതായത് വിമാനം പൊളിച്ചു നോക്കാനൊന്നും ഇന്ത്യ പോകുന്നില്ല, പക്ഷേ ഇന്ത്യ ഇവരതിനെ പൊളിക്കുക, അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ അതിനെ നോക്കി നിന്നാലും മതിയല്ലോ, അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത് സൂം ചെയ്യാൻ കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഭയം കാരണമാണ് UK ഇപ്പോൾ ആ വിമാനത്തിൽ തൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇവരുടെ വിദഗ്ധ സംഘങ്ങൾ ഇനിയും വരാനുണ്ട്, അവരെല്ലാം വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിമാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കും. എന്തായിരിക്കും അടുത്ത നടപടി? ഒരു വിമാനങ്ങൾക്കൊക്കെ ചരക്ക് നീക്കത്തിന് സൈന്യങ്ങൾക്കൊക്കെ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വലിയ മറ്റൊരു വിമാനം കൊണ്ടുവരും. ഇപ്പോൾ ഗ്ലോബ് മാസ്റ്റർ പോലെയൊക്കെയുള്ള വിമാനങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു വിമാനത്തിനകത്തേക്ക് ഈ ഫൈറ്റർ ജെറ്റ് കയറ്റി ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെ അടച്ച് പറന്നങ്ങ് പോകാം, നേരെ UK കൊണ്ടുപോയി അതിൻ്റെ തകരാറൊക്കെ പരിശോധിക്കാം. പക്ഷേ ഇതിനെ അത്രയും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ തന്നെ നന്നാക്കി തിരിച്ച് ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവർ പരിശോധിക്കുന്ന ഒരു കാര്യം. ഈ പറയുന്ന വിമാനം വന്നിറങ്ങിയതിന് പിന്നാലെ നിരവധി തിയറികൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് UK നമ്മളെ പരീക്ഷിക്കാനായിട്ട്, അതായത് നാറ്റോ സഖ്യകക്ഷിയോട് നമ്മളുടെ സമീപനം എന്തായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു യുദ്ധസമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഒരു യുദ്ധവിമാനത്തിന് നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ വന്നിറങ്ങാൻ സാധിക്കുമോ, റീഫ്യൂൽ ചെയ്യാൻ സാധിക്കുമോ, അവിടെ യന്ത്രത്തകരാർ പരിശോധിക്കാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ കാലാവസ്ഥ മോശമായാൽ വന്നിറങ്ങാനും വിശ്രമിക്കാനുമുള്ള അനുമതി കൊടുക്കുമോ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി ഈ പറന്നിറങ്ങലിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ അതായിരിക്കാം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, ഇല്ലെങ്കിൽ കാലാവസ്ഥ കലുഷിതമായതുകൊണ്ട് വന്നിറങ്ങിയതായിരിക്കാം, ഈ പറയുന്ന ഇന്ധനം തീർന്നതായിരിക്കാം, ടെക്നിക്കൽ തകരാറായിരിക്കാം, ഇതിലെന്തുമാവാം. എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ബോധ്യമില്ലെങ്കിലും
ശരി ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു, അവർ വന്നിറങ്ങി, നമ്മളവരെ സ്വീകരിച്ചു, യാതൊരു കുഴപ്പവുമില്ല, UK ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളുള്ള രാജ്യമല്ല. പക്ഷേ ഇവിടെ ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ മറ്റൊരു തിയറിയും കൂടെ പറയുന്നുണ്ട്. അതായത് F-35 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനെ ആദ്യം ഇവിടെ കൊണ്ട് ഇറക്കിയതിൻ്റെ ഉദ്ദേശം ഇന്ത്യയെ കാണിച്ചൊന്ന് കൊതിപ്പിക്കുക, ഇതാ കണ്ടോ ഞങ്ങളുടെ യുദ്ധവിമാനം ഇതാണ്, ഞങ്ങളുടെ ഉടനെ പറന്നു പോകും. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന മറ്റൊരു തിയറിയും കൂടെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ കാണിക്കാനൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ ചെറിയ തകരാറുണ്ടായിരുന്നു, ആ തകരാറ് പരിഹരിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. ഇതോടുകൂടി F-35 വിശ്വാസ്യതയിൽ ഇടിവ് വരുന്നു. തകരാറ് വരാൻ സാധ്യതയുള്ള ഒരു വിമാനം കൊണ്ടുവന്ന് ആരെങ്കിലും വിൽക്കാൻ തുടങ്ങിയാൽ വാങ്ങിക്കാൻ സമ്മതിക്കും? നമ്മളൊരു കാറ് വാങ്ങിയാൽ പോകുന്നു, അതിന് തകരാറുണ്ട്, അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട തകരാറില്ലാത്ത സെക്കൻഡ് വണ്ടി വാങ്ങുവാണെങ്കിൽ നമ്മൾ അതിലെ വർക്ക്ഷോപ്പുകാരനെയൊക്കെ കൊണ്ടുപോയി മൊത്തം ഓടിച്ച് നോക്കി അങ്ങനെയല്ലേ വാങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രസക്തി, അതിനൊരു പ്രസക്തിയേ ഇല്ല. അതായത് അപ്പോൾ വിമാനത്തിന് അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചതല്ല എന്ന് ഖണ്ഡിക്കുന്ന മറ്റൊരു തിയറിയും വന്നു. അപ്പോൾ ഈ വിമാനത്തെ സംബന്ധിച്ച് പല 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 തിയറികളും പല പല ആശങ്കകളും ഈ പറയുന്ന സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകളുടെ, ഡിഫൻസ് എക്സ്പേർട്ടുകളുടെയൊക്കെ പല പല ഒപ്പീനിയനുകളും അഭിപ്രായങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം നമുക്കിപ്പോൾ വ്യക്തമായി, UK അവരുടെ വിമാനത്തിൻ്റെ രഹസ്യം ചോരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിദഗ്ധ സംഘം വന്നോളൂ, അവിടെ ഒരു CASF ജവാനെ കാവൽ നിർത്തിയിട്ടുമുണ്ട്. നമ്മളത് ചെയ്തു കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മളുടെ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണങ്ങൾ പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഭാവിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് വിഭാവനം ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് ഇപ്പോഴേ തുടക്കം കുറിച്ചിരിക്കുന്നു. അതായത് 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ പല ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് F-35 ഒരു താല്പര്യമില്ലാത്തത്? ഈ പറയുന്ന കൊണ്ടുവരുന്ന ഷോ ഇറക്കിയതാണെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും താല്പര്യം കാണിക്കണ്ടേ? ഒരു ചരക്ക് കാണിച്ച് മോഹിപ്പിക്കാം എന്ന് വിചാരിച്ചതുപോലെയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് അതിനോട് താല്പര്യമില്ല. അതിന് കാരണം റഫേൽ നമ്മൾ ഇന്ത്യക്ക് ഫ്രാൻസ് തന്നതിന് പിന്നാലെ അവർ ഇതിൻ്റെ സോയ്സ്കി, അതായത് ഇതിൻ്റെ പല ഘട്ടങ്ങളിലുമുള്ള ആൾട്രേഷൻ വരുത്തുന്നതിന്, അതിന് മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള അനുമതി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതികത ഇത് നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അവർ തരേണ്ടത് ഇതുവരെ തന്നിട്ടില്ല, കൈമാറിയിട്ടില്ല. അപ്പം നമ്മൾ റഫേൽ ഇനി കൂടുതൽ വാങ്ങിക്കണം എന്നുള്ള ഒരു മടിച്ച് നിൽക്കുകയാണ് ഇന്ത്യ. അപ്പോഴാണ് ട്രംപ് നമ്മളോട് പറഞ്ഞ F-35 ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞതാണ്. അങ്ങ് അവരും പക്ഷേ ഈ പറയുന്ന സോയ്സ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ നിർമ്മാണ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് അതുകൂടെ കിട്ടിയാലേ നമ്മളുടേതായ രീതിയിൽ അത് ഈ റഫേൽ കൊണ്ടുവന്നതിന് പ്രയോജനപ്പെട്ടില്ല. കാരണം റഫേലിൽ ഈ പറയുന്ന ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബ്രഹ്മോസ് ഘടിപ്പിക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ടെക്നോളജിയിലേക്ക് ആ വിമാനത്തിനെ മാറ്റണം. ഇപ്പോൾ നമ്മളുടെ മിസൈലുകൾ ഘടിപ്പിക്കണമെങ്കിൽ നമ്മുടേതായ രീതിയല്ലേ അതിനുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ മിഗും മിറാഷും ഒക്കെ ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ Su-57 എന്ന് പറയുന്ന റഷ്യയുടെ യുദ്ധവിമാനം വാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ആ യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ സോയ്സ്കി അടക്കമാണ് നമുക്ക് എന്ന Su-57 എന്ന് പറയുന്നതിൻ്റെ സോയ്സ്കി അടക്കം തരുമ്പോഴും അവർ Su-57E എന്ന് പറയുന്ന, അതായത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് തരുന്നത് എന്നുള്ളതാണ്. എങ്കിലും അതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ സമാനമായിരിക്കും. അവരുടെ നിർണായകമായ 1-2 രഹസ്യങ്ങൾ ഒഴിവാക്കി അയക്കുമെന്ന് പറഞ്ഞാലും നമുക്കത് ഇവിടെ നിർമ്മിക്കാം, തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നു. നമുക്ക് Su-57 പോലുള്ള അത്യാധുനിക വിമാനങ്ങൾ കിട്ടും. ഈ പറയുന്ന F-35 ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് Su-57 എന്നും വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങളോടായിരിക്കും കൂടുതൽ പ്രിയം. നമുക്ക് S-400 കാര്യം അറിയാം. S-400 നന്നായി ഇവിടെ വിജയിച്ചു. എന്നാൽ അയൺ ഡോം ഇപ്പോഴും ഇസ്രയേലിൽ പരാജയപ്പെട്ടിരിക്കുന്നു. താഡ് ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ കുറച്ചുകൂടി സാധ്യതയുള്ളത് റഷ്യയാണ് എന്ന് വരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നിലവിൽ നമുക്ക് F-35 വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും രഹസ്യം ചോർത്തിക്കളയുമോ എന്നുള്ള ഒരു ഭയമാണ് നിലവിൽ വിമാനത്തെ നമ്മുടെ ഇന്ത്യൻ ഹാങ്ങറിലേക്ക് അടുപ്പിക്കാനായിട്ട് ബ്രിട്ടൻ ഒരു മടിയുള്ളത്. അധികം വൈകാതെ എനിക്ക് തോന്നുന്നു അവർക്ക് ഇവിടെ വെച്ച് നന്നാക്കി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തുലവും കുറവാണ്. ഇവിടുത്തെ കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം വീണ്ടും പറത്തിയാലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യവും ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ചരക്ക് വിമാനത്തിൽ കയറ്റി F-35 തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.